തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായതായി ജില്ലയിലെ മുന്നണി നേതാക്കൾ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. LDF പൂർണ്ണമായും മത്സരസജ്ജമാണെന്നും തൃശൂർ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, നഗരസഭകൾ എന്നിങ്ങനെ എല്ലായിടത്തും LDF ഐക്യത്തോടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നും LDF ജില്ലയിൽ മികവാർന്ന വിജയം ആവർത്തിക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. LDF മത്സര സജ്ജമാണ്. തൃശൂർ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരസഭകൾ, ഗ്രാമപഞ്ചായത്തുകൾ എല്ലായിടങ്ങളിലും LDF ഐക്യത്തോടുകൂടി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സീറ്റ് വിഭജനം 2 ദിവസത്തിനകം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിൽ UDF എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിക്കുകയാണെന്നും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗുകളെല്ലാം പൂർത്തീകരിച്ചു വരികയാണെന്നും ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കോർപ്പറേഷനിൽ ഇത്തവണ UDFന് വലിയ വിജയസാധ്യതയാണുള്ളത്. ജനങ്ങൾക്കും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ പ്രോസസ്സും പൂർത്തീകരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഡിവിഷൻ മീറ്റിംഗ്സ് ഒക്കെ കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വാർഡ് തലത്തിലെ എല്ലാ യോഗങ്ങളും കഴിഞ്ഞ് അതിൻ്റെ മണ്ഡലം തലത്തിലെ കോർ കമ്മിറ്റികളൊക്കെ കഴിഞ്ഞപ്പോൾ നിയോജകമണ്ഡലം തലത്തിലുള്ള കോർ കമ്മിറ്റികൾ നടന്നു വരികയാണ്. അതാണ് ത്രിതല പഞ്ചായത്തുകളെ സംബന്ധിച്ച്. കോർപ്പറേഷനെ സംബന്ധിച്ച് ഡിവിഷനിലെ എല്ലാ യോഗങ്ങളും കഴിഞ്ഞ് പ്രപ്പോസൽസ് അതിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി നോക്കി കോർ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുവിധം എല്ലതും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിക്കും. തൃശൂർ കോർപ്പറേഷനകത്ത് ഏറ്റവും സാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP മാറിയെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം ഇത്തവണയും തുടരുമെന്നും BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയാണ് തങ്ങളുടെ ഐക്കൺ. അദ്ദേഹത്തിന്റെ വികസന പദ്ധതികൾ കോർപ്പറേഷനിൽ തടസ്സമില്ലാതെ നടപ്പാക്കാൻ കോർപ്പറേഷനിൽ BJPയുടെ ഭരണം വരണമെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. സുരേഷ് ഗോപി പറയുന്ന ഒരു വികസന പ്രവർത്തനവും ഏറ്റെടുക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ലെന്നും ജില്ലാ പഞ്ചായത്തിൽ BJPയുടെ അംഗങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. BJP തൃശ്ശൂർ കോർപ്പറേഷനകത്ത് ഏറ്റവും സാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36 ഡിവിഷനകത്ത് BJPയുടെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മുന്നേറ്റം തുടരുക എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഐക്കൺ ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതികൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ തടസ്സമില്ലാതെ നടപ്പിലാക്കുവാൻ BJPയുടെ കോർപ്പറേഷൻ ഭരണം വരണം. അതിനു വേണ്ടിയിട്ടുള്ള അക്ഷീണമായിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാവും. TCV തൃശൂർ.